ചേട്ടാ ഉമ്മാന്റെ മനസ്സറിഞ്ഞ സോറി പറയാണ്. എന്നെ ഒഴിവാക്കി ആശി വീട്ടിൽ പോയ ആശിനെ സ്വീകരിക്കും ഉമ്മാക്ക് നല്ലൊരു മരുവോടെ ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല. എന്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇതിന് പറയുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ മരിച്ചാലടക്കം പറയുന്നു. എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു, എന്റെ മയ്യത്ത് പോലും നോക്കാൻ വരരുത്, എന്റെ മയ്യത്ത് പോലും നോക്കാൻ വരരുത്. നിസ്കാര കുപ്പായത്തിൽ ഇരുന്ന് ഒരുപാട് ഉമ്മ കണ്ണുനീര് പൊഴിച്ചതാണ് എന്റെ മകനെ ഒന്ന് തിരിച്ചു കിട്ടണേ എന്നുള്ളത്. ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടെങ്കിലും ജാസിക്ക് ആശയെ വിട്ടുകൊടുക്കാൻ തോന്നിയില്ല എങ്കിൽ ഞാൻ കൂടുതലായിട്ട് ഇത് വർണ്ണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെയുള്ള മലയാളികളുടെ നെഞ്ച് തകരുന്നുണ്ടാവും. കാരണം ആ ഉമ്മയുടെ നെഞ്ച് തകർന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകളുണ്ടല്ലോ, അത് മനുഷ്യത്വമുള്ള ആളുകളുടെ നെഞ്ചിൽ തറയ്ക്കും എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ് ഉണ്ടല്ലേ, ആ ട്രാൻസിനോടൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള വിദ്വേഷം തോന്നാറില്ല. പക്ഷേ ചില ആളുകളോട് മാത്രം നമുക്കൊരു ദേഷ്യം തോന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ ആളുകൾ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ്. നമുക്ക് നേരെ വീട്ടിലോട്ട് കടക്കാൻ ഉമ്മ പലതും പറയുന്നുണ്ട്, നമുക്ക് എല്ലാം ഒന്ന് കേട്ടു നോക്കാം. ഇപ്പൊ ഇല്ലാത്ത അപ്പ എന്തിനാണ് ഇപ്പൊ വരട്ടവനെ എല്ലാ സമാധാനത്തിൽ ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു ആണും പെണ്ണും കെട്ടാനല്ലേ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഒരു പെണ്ണായിരുന്നുവെങ്കിൽ ആഷിക്ക് കെട്ടിച്ചു കൊടുത്തേനെ എന്ന് ഉമ്മ പറയുന്നു. പക്ഷെ ഇത് അതാണല്ലോ എന്ന് ഞാൻ ആ വാക്കുകൾ ആവർത്തിക്കുന്നില്ല. ഉമ്മ മനസ്സ് നെഞ്ചു തകർന്നുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ്. അവർക്ക് ആ പയ്യനെ എങ്ങനെയും തിരിച്ചു കിട്ടണം. ആ പയ്യനെ അങ്ങ് വിട്ടുകൊടുത്തൂടെ ജാസി എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. നീ ആരോട് ചോദിക്കാൻ അവനെ ഞാൻ വിടൂലടി. അവനക്ക് പറയാൻ മാനക്കെടില്ലല്ലോ ജാസിക്ക്. എന്തൊക്കെ പറയുന്നത്, ഒരു പെട്ട തള്ള കേൾക്കുന്ന വർത്താനം പറയണത് നാലും തെറി പറയുന്നേ വെറും പറയണം. അങ്ങനെ ചെയ്ത് വിളിക്കും. ഞാൻ ആഷിക്കിന് ഫോൺ വിളിച്ച് അവനെ ഫോൺ എടുക്കുക, ഫോണിന്റെ മോനിക്ക് കൊടുക്കണം. നിന്നെ ആരാടാ വിളിച്ചത്? ഉമ്മക്ക് ഈ ഒരു കാര്യത്തിൽ നുണ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജാസി വൃത്തികേടുകൾ പറയുന്നു, തെറികൾ വിളിക്കുന്നു, വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നു എന്നാണ് ഉമ്മ പറയുന്നത്. ആഷിയെ വിളിക്കുമ്പോൾ ജാസിയാണ് ഫോൺ എടുക്കുന്നത്. എന്തിനാണ് നീ ആ ഒരു ഫോൺ എടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന വാക്കുണ്ടത്രേ, അവനോട് പറയാനുള്ളതൊക്കെ എന്നോട് പറഞ്ഞോളാം, പക്ഷെ അതിന് നിന്നോട് എനിക്കൊന്നും പറയാനില്ലല്ലോ, എനിക്ക് എന്റെ മകനോടല്ലേ പറയാനുള്ളത്. ആ ഒരു വാക്കിന് പിന്നീട് അങ്ങോട്ട് തെറിപ്പൂരമാണ് എന്നാണ് ഉമ്മ പറയുന്നത്. ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ആണും പെണ്ണും കെട്ടാനല്ലേ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഇനി അത് എന്ത് പ്രശ്നം വന്നാലും അവന്റെ കൂടെ ജീവിക്കണം. എനിക്ക് രണ്ടു ഭാഗത്തും പൊരുത്തല്ലാത്ത കാര്യം ഞാൻ വിടുകയല്ലത്. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മോനെ എന്റെ കയ്യിലെത്തണം, അതാണ് എന്റെ ലക്ഷ്യം. ഒന്നും വേണ്ട, എന്റെ കുട്ടി ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതി. എനിക്കൊന്നും അവന്റെ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവനൊരു പെണ്ണാണായിക്കോട്ടെ, ജാതി എന്താണ് മതം എന്താണ് നോക്കും, നമ്മുടെ കൊണ്ടുവരുന്നത് ഞാൻ സ്വീകരിക്കും. അതെന്റെ മോന്റെ ഭാവിയാണ്, എന്റെ മോൻ സ്നേഹിച്ച പെണ്ണാണ്. ഏത് മതമായാലും ഞാൻ എന്റെ കൊടുത്തിട്ട് സ്വീകരിക്കും. പക്ഷെ ഇത് ആണും പെണ്ണും കെട്ടാനല്ലേ, ഇത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ കഥയെന്ന് ആരും അംഗീകരിക്കുക. അവന്റെ ഉമ്മ അംഗീകരിക്കും, പക്ഷെ ഞാൻ അംഗീകരിക്കില്ല. ഈ ഒരു കാര്യം അവന്റെ ഉമ്മ അംഗീകരിക്കുമായിരിക്കും, പക്ഷെ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ഉമ്മ ഇവര് തന്നെ പറഞ്ഞ വാക്കുണ്ട്, ജാസിയും ആഷിയും. നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ളത് അവര് തന്നെ അതിന് ഉത്തരവും പറയുന്നു, സ്വീകരിക്കില്ല എന്നുള്ളത്. അതായത് ഒരു മഹാപാപമായിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ്. കൃത്യമായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കുണ്ട്, പുരുഷനായി ജനിച്ച് സ്ത്രീവേഷം കെട്ടുന്നവരെയും സ്ത്രീയായി ജനിച്ച് പുരുഷവേഷം കെട്ടുന്നവരെയും അകറ്റി നിർത്തുക തന്നെ ചെയ്യും. അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ അത് ചെറുതൊന്നും ആയിരിക്കില്ല എന്ന് തന്നെയാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. ഇനി ഒരു മതത്തിന്റെയും തലയിലേക്ക് വെക്കണ്ട, നെഞ്ചിൽ കൈവച്ച് ഇവിടെയുള്ള ഹിന്ദുവും ക്രിസ്ത്യൻസും മുസ്ലിംസും ഏത് മതമുണ്ടോ അവരെല്ലാവരും പറയട്ടെ. 99% ആളുകൾ പറയും നമുക്കിത് പറ്റില്ല എന്നുള്ളത്. അത് അത്രയേ ഉള്ളൂ. അത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഒരു പക്ഷേ ജാസിക്ക് ഇവനെ വിട്ടുകൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയ്ക്ക് സമാധാനമാവും. എനിക്ക് അവരുടെ സങ്കടം മനസ്സിലാവും എന്ന് പറഞ്ഞ ജാസി ഇത് കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഉമ്മ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോറി, ജാസിയുമായിട്ട് ബന്ധത്തിൽ ആയതിനു ശേഷമുള്ള കല്യാണം അതിന് മുമ്പുള്ള ഏകദേശം എത്ര വയസ്സൊക്കെ ഉള്ള സമയത്തായിരിക്കും? ഇവൻ ഗൾഫിൽ പോയിട്ട് വന്ന ട്രിപ്പ് 22-23 വയസ്സ് ഉറപ്പിച്ചതാണ്. അത് ഇവന്റെ പ്രശ്നങ്ങൾ വന്നപ്പോ ഇവൻ അത് പല വീഡിയോകളെ കുട്ടീനെ വിളിച്ച് പറഞ്ഞിട്ട് മുടക്കി. ജാസിയാണ് മുടക്കിയത്. ആഷിക്ക് ഒരു കല്യാണക്കാര്യം വന്നു, ആഷിക്ക് ഇഷ്ടപ്പെട്ടു, അതെല്ലാം സെറ്റായി നിൽക്കുന്ന സമയത്ത് ജാസി പഴയ എന്തൊക്കെയോ വീഡിയോസ് ഒക്കെ കുത്തിപ്പൊക്കി ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അയച്ചു കൊടുത്ത് ആ കല്യാണം മുടക്കി എന്നാ കേൾക്കുന്നത്. കൊള്ളാം. അപ്പോ ആഷി രക്ഷപ്പെട്ടു പോകുന്നതും ജാസിക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ അതിന് ശ്രമം നടത്താതെ വരുന്നില്ല. അവനിക്ക് ഇഷ്ടമായിരുന്നു കുട്ടീനെ. ഇപ്പൊ ആ പെൺകുട്ടീനെ പറഞ്ഞു വെച്ചതാണ് ഞങ്ങള്. പറഞ്ഞു വെച്ച് അവനും ഇഷ്ടമായിരുന്നു. പക്ഷെ ആ സമയത്താണ് ജാസി ഇടം പോയിട്ട് അവിടെ പോയിട്ട് അപ്പൊ ഇവരെ തുടക്കം തോന്നുന്നത് ഇപ്പൊ എന്താണെന്ന് നമുക്ക് പറയാം. ഇവൻ പറഞ്ഞ 7 വർഷമായിരുന്നു, 4 വർഷം ഇതിൽ കൂടുതലായിട്ടില്ല. ഇവൻ പറഞ്ഞ 7 വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല, 4 വർഷം. ഓക്കെ, 4 വർഷമായിട്ടുള്ള പരിചയപ്പെട്ടു. പക്ഷെ ഇവര് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ 7 വർഷമായിട്ടുള്ള പരിചയമാണെന്നുള്ളതും പിന്നെ പ്രണയത്തിന്റെ എന്തൊക്കെയോ കഥകൾ കേൾക്കുന്നു. എനിക്കിത് അത്രത്തോളം ഡൈജസ്റ്റ് ആയിട്ടില്ല. കാരണം ഇയാൾക്ക് പെൺകുട്ടികളോട് താല്പര്യമുള്ള ഒരാളാണ്. ആഷിക്ക് നിലവിൽ സ്ത്രീകളോട് തന്നെയാണ് താല്പര്യമെന്ന് അത് ജാസി സംബന്ധിച്ച കാര്യമാണ്. അതുകൂടാതെ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നാട്ടിലുള്ള ഒരു പെൺകുട്ടിയോട് സ്നേഹം തോന്നിയിട്ട് അത് ഉമ്മയോട് വന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് അത്രേ, മോനെ ചെറിയ പ്രായമല്ലേ, അതൊക്കെ വിട്ടുകളാ, അതൊക്കെ ചെറുപ്പത്തിൽ തോന്നുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ ഒരു കല്യാണക്കാര്യം വരുന്നത്. അതും അവന് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്ത്രീകളോടാണ് താല്പര്യം. അങ്ങനെ സ്ത്രീകളോട് താല്പര്യമുള്ള ഒരാള് താടി മുടിയൊക്കെ വെച്ച് നടക്കുന്ന റൂംമേറ്റിനോട്
ഇങ്ങനെ സ്നേഹം തോന്നി അവന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാവുകയുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. എനിക്ക് കാശി നല്ല കുടുംബം നോക്കണ കുട്ടിയാണ്. വാപ്പാക്ക് വയ്യാണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് കീമോ കൊടുക്കാൻ പൈസ വേണം. മോനെ ഇപ്പനെ ഒപ്പത്തോണ്ട് പറഞ്ഞാൽ ആ സ്പോട്ടിൽ ഏട്ടന്റെ ഫോണിൽ പൈസ വെക്കും. അങ്ങനെ ഇവന്റെ കയ്യിൽ പെട്ടപ്പോഴാണ് പൈസകളൊക്കെ പിന്നെ മാസം 10,000 അയക്കണമെങ്കിൽ മോനെ പൈസ അയക്കും. അതുവരെ എന്റെ കുട്ടി കറക്റ്റായി അയക്കും. ഇവിടെ ആഷിയും ജാസിയും പിന്നെ വേറെ 2 പയ്യന്മാരും ഒരു റൂമിലാണ് താമസിച്ചിരുന്നെന്ന് ഉമ്മ പറയുന്നുണ്ട്. ആഷിയെ പട്ടിണിക്കിട്ട് സ്വന്തം മുന്നിൽ ഇരുന്ന് ഇങ്ങനെ ജാസി ഭക്ഷണമൊക്കെ കഴിക്കത്രേ. പരമാവധി ഇവന്റെ പൈസ ഊറ്റിയെടുത്തിരുന്നു എന്നൊക്കെയാണ് ഉമ്മ അവകാശപ്പെടുന്നത്. അത് കൂടാതെ തന്നെ ഇപ്പോ വീട്ടിലേക്ക് ഒന്നും അയച്ചു കൊടുക്കുന്നില്ല. അതിനുള്ളൊരു കാരണം ഉമ്മ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസിക്ക് ട്രീറ്റ്മെന്റിന് ആവശ്യമായ പണം കണ്ടെത്താൻ വേണ്ടി ജാസി പണമെല്ലാം സേവ് ചെയ്തു വെക്കുകയും ആഷിയുടെ പോക്കറ്റിലുള്ള പണമാണ് എടുത്ത് ചെലവാക്കുന്നത് എന്നുള്ള ഒരു കാര്യവും ഉമ്മ പറയുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ തൃശ്ശൂര് ഒരു റൂം എടുത്തിട്ട് റേഡിയേഷൻ അവിടെ ഞങ്ങൾ ഇരിക്കും. അപ്പൊ ഇവന്റെ ഒപ്പം മരിച്ചിട്ട് വന്നിരിക്കും. ആര് ജാസി ഇപ്പൊ മരിച്ചിട്ടപ്പോ ഞങ്ങൾ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ അവിടെ റൂം എടുത്ത് ഇരിക്കുകയാണ്. പറഞ്ഞപ്പോ അവിടെ വന്നു ആ ഉപ്പാനെ കാണാൻ വന്നു. അപ്പൊ ഇവൻ പറഞ്ഞ ആഷിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ജാസി വരുന്നുണ്ട്. അപ്പൊ ഏതാ ജാസി എന്താ ജാസി നമുക്കറിയില്ല, കണ്ടിട്ടില്ല. വരുന്നുണ്ട് ഇങ്ങനെയാണ്. അപ്പൊ വലിയ മോനെ വിളിച്ച് പറഞ്ഞു. അപ്പൊ അവൻ അവിടെ വന്നു. അപ്പൊ വന്നപ്പോ ഇപ്പൊ എനിക്കിത് വന്ന് അസ്ലാമലൈക്കും പറഞ്ഞിട്ട് ഇരുന്ന് ഇപ്പൊ അങ്ങനെ നല്ലൊരു ആണ് താടിയൊക്കെ വെച്ച് കണ്ണടക്കം നല്ല സ്വന്തക്കാരൻ ചക്കൻ എന്റെ ഷർട്ടൊക്കെ കിട്ടും. ഇതിന്റെ വർത്താനൊക്കെ ഒത്തിരി കൊണ്ടിട്ടായപ്പോ ഇപ്പൊ പറഞ്ഞു ഇതെന്തൊരു 9 പോലെ ഉണ്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യം അതെന്താണെന്ന് അറിയില്ല. ഞാൻ എന്താ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ എന്റെ ആൺ പെണ്ണും മറ്റൊരു ചക്കനാണ്. ഓക്കെ, ട്രീറ്റ്മെന്റിന് കിടക്കുന്ന സമയത്ത് തൃശ്ശൂർ ജൂബിലി അത് അമലയോ ശ്രദ്ധിച്ചില്ല. ആ ആശുപത്രിയിലേക്ക് ജാസി വന്നിരുന്നു. ജാസി താടിയും മുടിയൊക്കെ വെച്ച് കണ്ണാടൊക്കെ ഇട്ടുള്ള നല്ല സുന്ദരനായിട്ടുള്ള ഒരു ചുള്ളൻ ചെക്കനായിട്ടാണ് വന്നത്. പക്ഷെ അവിടെ സംസാരിക്കുന്ന സമയത്ത് തന്നെ മരിക്കുന്നതിന് മുന്നേ ഉപ്പക്ക് കാര്യം മനസ്സിലായി ഇത് അതാണ് എന്നുള്ളത്. ഇത് അതാണത്രേ എന്നാണ് ഉപ്പ പറഞ്ഞത്. ഓക്കെ, എന്തായാലും നന്നായിട്ടുണ്ട്. ഉമ്മാക്ക് മനസ്സിലായില്ല, പക്ഷെ ഉപ്പാക്ക് അത് മനസ്സിലായി. പാപ്പ മരിച്ചിട്ട് വന്നിട്ട് മരിച്ചു വന്ന് 7 കഴിഞ്ഞു. 8 പോകാനുള്ള ഒരേ തിരക്കാ. കൊറോണ ടൈമാണ്. അപ്പൊ 7 പോകാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ 40 ദിവസം നിൽക്കുമോനെ 40 ദിവസം നിൽക്കുക എങ്ങനെ പിടിച്ചു നിർത്താന്നുള്ളതിൽ നിൽക്കുമോനെ ഇവന്റെ പാസ്പോർട്ട് ഞങ്ങളെ കാണിച്ചിട്ടായിരുന്നു. എവിടെ പാസ്പോർട്ട് വെച്ചെന്നില്ല കൊണ്ടിട്ട്. അവൻ വന്നിട്ട് പാസ്പോർട്ട് അവിടെ വെച്ചെന്നില്ല. അവന്റെ കൂട്ടുകാരൻ അവിടെ റൂമിലിരിക്കണമെന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് നാശിക്ക് വരുന്നെങ്കിൽ പറഞ്ഞേക്കണ്ട, കുറച്ച് ദിവസം നിർത്തി അതിന് ഇവിടെ ഉണ്ടല്ല പ്രശ്നങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാം. ഉപ്പ മരിച്ചിട്ട് 7ന്റെ അന്ന് തന്നെ തിരിച്ചു പോകാൻ നിന്ന ആളാന്നാ പറയുന്നത്. അപ്പൊ വീട്ടുകാരോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായില്ലേ. തന്നെ വളർത്തി വലുതാക്കിയ തനിക്ക് വേണ്ടി ജീവിതം പോലും ഒഴിഞ്ഞു വെച്ച ഉപ്പാന്റെ മരണം കഴിഞ്ഞ് 40 കഴിഞ്ഞിട്ട് പോകാൻ എന്ന് പറഞ്ഞപ്പോ പോലും സമ്മതിച്ചില്ല. പാസ്പോർട്ട് അവിടെ ഉപ്പ വാങ്ങി വെച്ചു. ഇത് 40 കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളത്. പക്ഷെ തിടുക്കമായിരുന്നു അത്രേ എനിക്ക് തിരിച്ചു പോകണം എന്നുള്ളത്. ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ PAക്ക് പോലും ഇത്ര തിരക്കുണ്ടാവില്ല എന്നാണ് ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇവൻ പോയിട്ട് 3 വർഷമായി. പാപ്പ മരിച്ചിട്ട് പോയിട്ട് 3 വർഷമായി. 3 വർഷം കഴിഞ്ഞിട്ട് ഇവൻ വന്ന് എങ്ങനെ വന്ന് ഇവർ 2 പേരും കൂടി വന്ന് കൊച്ചിയിൽ റൂം എടുത്ത് മൂന്നാർ കൊടൈക്കനാല് ഊട്ടിയൊക്കെ പോയി കറങ്ങി. ഇവൻ വരുന്നുണ്ടെന്ന് വേറൊരാൾ വിളിച്ചോണ്ട് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ വന്നിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു. പിന്നെ മൂന്നാർ വെച്ചിട്ട് എന്റെ വലിയ മോന്റെ കൂട്ടുകാരൻ കണ്ടു. എന്താ ഇവിടെ വെച്ചപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് വന്നതാണ്. അങ്ങനെ കണ്ടപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞു ആഷിക്ക് മൂന്നാറുണ്ട് എന്റെ കൂട്ടുകാരൻ പറഞ്ഞു. കൂട്ടുകാരൻ പറഞ്ഞപ്പോ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഡിലേറ്റ് ആക്കി, നോക്കില്ല, ഫോൺ എടുക്കണില്ല. ഞാൻ എവിടെ പക്ഷെ അവന്റെ മൊബൈൽ ഇവനെ നോക്കി. ഉപ്പ മരിച്ച അധികം നാളൊന്നും വീട്ടിൽ നിന്നിട്ടില്ല, വേഗം ഗൾഫിലോട്ട് വിട്ടു. എന്നിട്ടോ 3 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്ന് ജാസിയോട് കൂടി എറണാകുളത്ത് അവിടെ റൂം എടുത്ത് ഇങ്ങനെ പലയിടങ്ങളിൽ ടൂർ അടിച്ച് നടന്നു എന്നുള്ളതാ. ആ ഉമ്മയോട് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ, ആ ഉപ്പയോട് എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. അപ്പൊ അയാളെ കുറ്റം പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അയാൾക്ക് ആരോടും താല്പര്യമില്ലാത്ത പോലെയാണ് ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഉമ്മ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ, ടൂർ അടിച്ച് നടന്നു. ഉമ്മ വിളിക്കുമ്പോ ഉമ്മയോട് പറയാ ഞാൻ വന്നിട്ടൊന്നുമില്ലല്ലോ എന്നുള്ളത്. എന്നിട്ട് മൂന്നാറിൽ വെച്ച് കൂട്ടുകാരന്മാര് കണ്ടപ്പോൾ അത്രേ ഇവര് വിളിച്ചു പറഞ്ഞാൽ ഞാൻ വന്നിട്ടുണ്ട് എന്നുള്ളത്. കൊള്ളാല്ലേ, അടിപൊളി. ഇവനെ കാണാണ്ട് പോയപ്പോ എനിക്ക് വല്ലാത്ത ടെൻഷനായി. അപ്പൊ എനിക്ക് വയ്യാണ്ടായി BP കൂടി ഇവനും എന്റെ ഇളച്ചിയും കൂടി ആസ്പത്രിക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഇവരൊക്കെ ചോദിച്ചു എന്താ നിങ്ങൾക്ക് പറ്റി അവർ ചോദിച്ചു. ഒന്നുമില്ല, ഇവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും വന്നത്. എന്നോട് അവർ ചോദിക്കണില്ല, അവനോട് ഒന്നുമില്ല പറഞ്ഞു. അപ്പൊ അങ്ങനെ വയ്യ, നമുക്ക് വയ്യ, അങ്ങനെയാണ് അവസ്ഥ. അപ്പൊ ഞാൻ വരാൻ പറഞ്ഞു. പക്ഷെ അപ്പൊ അവനിക്ക് ഇങ്ങോട്ട് വരണം. എന്തുകൊണ്ട് ഇവ ഇവിടെയാണ്, ഈ ഒരു പേരിൽ അവർക്ക് ഇങ്ങോട്ട് എത്തിയാ ഇവിടെ നിന്നിട്ട് അവർക്ക് പോകാന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിട്ടുണ്ട്. മൂന്നാറിൽ വന്നിട്ട് 3 വർഷത്തിന് ശേഷം വന്നതാ. ഇങ്ങനെ ഉമ്മ അറിഞ്ഞ സമയത്ത് തന്നെ ആള് മുങ്ങി തിരിച്ച് ഗൾഫിലോട്ട് തന്നെ പോയത്രേ. അത് കഴിഞ്ഞ് ഉമ്മക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇവൻ വന്നിട്ട് എന്നെ കാണാതെ പോയല്ലോ എന്നുള്ള സങ്കടത്തിൽ വിഷമിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്ന് മാനസിക ബുദ്ധിമുട്ടുകൾ വന്ന് തളർന്നു. ഈ സമയത്ത് ഇവനെ വിളിച്ചു വരുത്തുകയാണ്. ഇവനെ വിളിച്ചു വരുന്ന സമയത്ത് ഇപ്പം പെട്ടെന്ന് ഓടി വന്നു. 3 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്ന അന്ന് അവന് വരാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പൊ വരാനുള്ള കാരണം എന്താ അറിയോ, ജാസി നാട്ടിലായിരുന്നു, അതുകൊണ്ടാണ് അത്രേ വന്നത്. അടിപൊളി. അവരിവിടെ വന്നു 3 വർഷമായിട്ട് പോയിട്ട് വന്നിട്ടും വരാണ്ട് പോയില്ല. ഇപ്പൊ ഇതിന്റെ പ്രശ്നങ്ങൾ നല്ല ഗംഭീരമായി നടക്കുന്ന സമയമല്ലേ. ഇവനെ കണ്ടപ്പോ എല്ലാവരും വന്ന് ഇവന്റെ കൂട്ടുകാരന്മാരൊക്കെയും കാണാൻ വന്നു. കൂട്ടുകാരന്മാരൊക്കെ കണ്ടിട്ട് ഇവനെ കണ്ടിട്ട് എന്തിനാണ് നീ ഇരുന്ന് വിട്, വേറെ ഒന്നും ഒരു പണ്ടില്ല. 3 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോ എല്ലാവരും അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ജാസിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക,
ഉമ്മയോട് കൂടി ജീവിക്ക്, നിനക്ക് നല്ലൊരു കല്യാണം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചൂടെ, ജീവിതം നശിപ്പിക്കലടാ എന്ന് പറഞ്ഞപ്പോ അവനത് ഇഷ്ടപ്പെട്ടില്ല. പിറ്റേ ദിവസം തന്നെ അവൻ സ്കൂട്ടായി. കൂടുന്ന എന്റെ വീട്ടുകാരെ കൊണ്ടുവന്ന് ഞാൻ ലോക്കലിന്റെ ഫോണെല്ലാം മേടിച്ചു വെച്ച്. എന്റെ ഫോൺ എന്റെ വീട്ടിൽ എന്റെ പാസ്പോർട്ട് എല്ലാം എന്റെ വീട്ടിലുള്ളത്. ആരാ മേടിച്ചു വെച്ചത്? എന്റെ ബ്രദർ മേടിച്ചു വെച്ചില്ല. അവൻ പാസ്പോർട്ട് ഇങ്ങനെ കൊടുത്താ പാസ്പോർട്ട് ഇവിടെ ഉണ്ട്. എന്റെ കയ്യിൽ പിടിച്ചു വെക്കണോ ചെയ്ത്? നിങ്ങൾ പിടിച്ചു വെക്കണോ? പാസ്പോർട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പാസ്പോർട്ട് തരുമോ, നീ വന്നിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ, നീ ഒരു 10 ദിവസം ഇവിടെ ഇരിക്കും. 10 ദിവസം ഇവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നിന്നെ പറഞ്ഞേക്കാം, നിനക്ക് എന്തെങ്കിലും പാസ്പോർട്ട് കയ്യിലേ ഞാൻ തരാം നിനക്ക് പാസ്പോർട്ട് ഇപ്പൊ തരും ഇല്ല 10 ദിവസം നിൽക്കും. നീ വന്നിട്ട് 5 ദിവസം ആയിട്ടുള്ളൂ, 3 കൊല്ലായില്ല നീ പോയിട്ട്. ഇല്ല ഞാൻ നിൽക്കൂല, എനിക്ക് പോകണം, എനിക്ക് അങ്ങനെ അവിടെ അങ്ങനെ ആക്കണം, അവിടെ നീ പോയിക്കൂട്ടി അവിടേക്ക് പോയിക്കോ, നീ എന്റെ കൊച്ചിയിൽ പോകണ്ടാവുന്നു. അപ്പൊ പിന്നെ ഒരു ദിവസം രാത്രി ഇവിടുന്ന് പോകുമ്പോൾ പോയി ചായ കുടിച്ചിട്ട് തന്നെ പോയി കൂട്ടുകാരെ വണ്ടി പോയിട്ട് അവന് കല്ലേക്കാട് എവിടെ പോയിട്ട് ഒരു വണ്ടി ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് പറമ്പ്. ഉമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ഉമ്മയോട് അത്രമാത്രം സ്നേഹമുള്ള ഒരു മകനാണ് അവനെങ്കിൽ 3 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മാന്റെ അടുത്തേക്ക് വരണമായിരുന്നു, വന്നില്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വയ്യ എന്ന് അറിഞ്ഞുകൊണ്ട് നാട്ടിൽ വന്നതും എന്തിനാ? ജാസി നാട്ടിലാണ്, അവനെ കാണാൻ വേണ്ടിയിട്ട്. കൊള്ളാം, അതൊക്കെ ഉമ്മ മനസ്സിലാക്കണം, നല്ലതാണ്. ഇവന് വേണ്ടി ഉമ്മ ഇനി സങ്കടപ്പെട്ട് കരഞ്ഞ് നിസ്കാരപ്പായലിരുന്ന് പ്രാർത്ഥിക്കരുത്, കാരണം അവൻ വരില്ല. അതൊക്കെ ഉമ്മ മനസ്സിലാക്കിയിട്ട് തന്നെ ആകം പ്രാർത്ഥിക്കുന്നുണ്ടാവും. എന്നാലും ഞാൻ പറയണം, അവൻ ഇനി വരണമെങ്കിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണം, അല്ലാതെ വരില്ല. വന്നപ്പോ ഒരു പൂജ നടത്തിയിട്ടുണ്ട്. പൂജ അത് എത്ര 40,000 ഉറുപ്പിക വെച്ചിട്ട്. എന്ത് പൂജ? ഇവൻ വരെ വിട്ട് വരാതിരിക്കാൻ, ജാസിനെ വിട്ടിട്ട് ആശി വരാൻ പാടില്ല, അതിനൊരു പൂജ. എന്താലേ ഒരു അന്ധവിശ്വാസത്തിന്റെ പിന്നിലുണ്ടെന്നല്ല. ഒരു ഉസ്താദിനെ വിളിച്ചുകൊണ്ട് ഇവൻ എന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചവരാ. അത് കഴിഞ്ഞ് ഏതോ ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ട് 40,000 രൂപ ചെലവാക്കിയിട്ട് കൂടോത്രം ചെയ്തു. പൊളി. അതിലിങ്ങനെ പൂജ നടത്തിയിട്ടുണ്ട്. ഇപ്പം ബീഫ് കഴിക്കൂല. അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ എന്നോട് അവർ പറഞ്ഞു ബീഫ് കഴിക്കും. അന്ന് വന്നത് ഞാൻ ബീഫ് വെച്ച് ബീഫ് ബിരിയാണി വെച്ച് കഴിക്കുക. അങ്ങനെ എനിക്ക് ബീഫ് ഇഷ്ടമാണ്, എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കണമല്ല കഴിക്കണ ബീഫ് കഴിക്കൂല. വെള്ളിയാഴ്ച ദിവസം കഴിക്കൂല. വെള്ളിയാഴ്ച കഴിക്കണല്ലോ. കഴിക്കണ ഒരു കഷ്ണം കഴിക്കും. എനിക്ക് ബീഫ് ഇഷ്ടമല്ലാതെ ചോറ് മാത്രം കഴിച്ചില്ല. അതിനെന്താ പറഞ്ഞ ബീഫ് കഴിക്കരുത്, നമ്മൾ തന്നെ തന്നരുത്. അവൻ ചെയ്തിട്ടില്ല, നല്ല പൂജ ചെയ്തു തന്നെ. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ബീഫ് ബിരിയാണി. അത് ഉമ്മയുടെ കൈകൾ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പെരുത്തിഷ്ടം. എന്നാലോ ബീഫ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ, ആ മന്ത്രവാദ കർമ്മങ്ങൾ അത് ഫലിക്കില്ല. അതുകൊണ്ട് ജാസി പറഞ്ഞത്രേ, ഉമ്മ തരുന്നതൊന്നും വാങ്ങി കഴിക്കരുത്, അതൊക്കെ നിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത്. ആ ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ച് വളർന്നവനാണ് അവൻ. ആ ഉമ്മാന്റെ മുലപ്പാൽ വിഷമായിരുന്നില്ല, അത് മനസ്സിലാക്കണം, അത് അമൃതമായിരുന്നു. പക്ഷെ ഞാൻ കൂടുതലായിട്ട് വർണ്ണിക്കുന്നില്ല. ഒന്നൊന്നല്ല, എത്ര വലി പിടിച്ചിട്ടുണ്ട്. പോണ് വലി പൊട്ടിക്കും, അടിക്കും, കടിക്കും ഒക്കെ ചെയ്യാം. ഈ ജാസി അടിക്കും എന്നൊക്കെ എങ്ങനെയാ ഉമ്മ എങ്ങനെ അറിയുന്നത്? ഒരിക്കൽ അടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു ആനന്ദിന്റെ അങ്ങനെ കരഞ്ഞിട്ട് അവനെ വിളിക്കണമോ, അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വരികയാണ്. ഇവിടെ വായോ പറഞ്ഞാണ് നന്ദിനെ വിളിച്ചു. അവനെ നല്ല അടിക്കണ്ടോ അങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞു മോളെ അവനിക്ക് പാസ്പോർട്ട് നമ്മൾ വിശ്വസിക്കുന്നു, വിസ കഴിഞ്ഞിരിക്കുകയാണ്, അത് നല്ല പ്രശ്നത്തിന് എൻ്റെ 1 ഉറുപ്പ്യ പോലില്ല, നീ എന്തെങ്കിലും സഹായിച്ച് അവനെ കയറ്റി വിടുക. അമ്മ ഞാൻ നോക്കട്ടെ. ആ റൂമിൽ പോയിനാണ് അവൻ അവിടെ എത്തിയിട്ട് അവിടെ നടിച്ചത്. ഓക്കെ, ആ ഒരു കഥയൊക്കെ നമ്മൾ മുന്നേ കേട്ടതാണ്. അതായത് ടിക്ടോക്കിലൊക്കെ വരുന്നത് ഭയങ്കര എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ലെങ്കിൽ പിരിഞ്ഞു പോവുക വേണ്ടത്, അല്ലാതെ അവൻ രക്ഷപ്പെട്ടു പോകരുത്, അവന്റെ കല്യാണം മുടക്കണം, അവൻ ജീവിക്കാൻ പാടില്ല എന്ന രീതിയിലേക്ക് ആക്കുന്നത് ശരിയാണോ? തെറ്റാണ്. ഇവിടെ ആഷിയും ജാസിയും തമ്മിൽ പൊരിഞ്ഞടി നടന്നു. പിന്നീട് അത് ഞങ്ങൾ മേക്കപ്പ് ചെയ്തതാണെന്നുള്ള കള്ളപ്രചരണങ്ങളൊക്കെ നടന്നു. പക്ഷെ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന അവരുടെ സുഹൃത്ത് തന്നെ ആ കാര്യം കൃത്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ അടിയും കുത്തും ചവിട്ടൊക്കെ വാങ്ങിയിട്ട് അവൻ അവിടെ നിൽക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു ചരടുവലിയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അവൻ എന്തിലോ ട്രാപ്പായി കിടക്കുന്നത് പോലെയാണ് എനിക്ക് അത് കേൾക്കുമ്പോൾ തോന്നുന്നത്. നമ്മളെ അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുന്ന ആളുടെ കൂടെ നമ്മൾ ആരെങ്കിലും നിൽക്കുമോ? ആരും നിൽക്കൂല. അവിടെ പോയിട്ട് അടിച്ചു, ഇവിടെ മുറി ഉണ്ടാവും പറഞ്ഞ ഞാൻ അടിക്കുക, ഞാൻ കടിക്കുക ചെയ്തത്. അവ ഒരൊറ്റ അടി കൊടുത്ത് കണ്ണിങ്ങനെ കറങ്ങിച്ചു. ഇവിടെയൊക്കെ പാടൊക്കെ വന്നല്ലേ? ഞാൻ ചോദിച്ചു മോനെ നീ ഇങ്ങനെ അടി കൊള്ളുന്നുണ്ടല്ലോ, നീ ഒരാളുടെ അടി കൊള്ളുന്ന ആളാണോ? നീ ഒരാൾ അടിച്ചാൽ നീ തിരിച്ചടിക്കുന്ന ആളല്ലേ, നീ എന്ത് ഇവന്റെ അടി കൊള്ളുന്നത്? ഞാൻ കൊടുക്കുമോ? ഞാൻ കൊടുത്തു പറഞ്ഞവൻ ഈക്കൂല, ഞാൻ അടിച്ചു പറഞ്ഞവൻ ഈക്കൂല, അങ്ങനത്തെ അടി ഞാൻ അടിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല, അതൊക്കെ ഉമ്മാനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാവും. അവന് തിരിച്ച് കൈ പൊന്തില്ല എന്നുള്ളത് നമുക്കത് കഴിഞ്ഞപ്പോൾ അവനെ മനസ്സിലായത്. ഇവരുടെ ഇന്റർവ്യൂകളാണെങ്കിലും ഇവരുടെ ഓരോ പ്രോഗ്രാമുകളാണെങ്കിലും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ വടി പോലെ നിൽക്കുന്ന ആഷിയും ഭയങ്കരമായിട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ജാസിയാണ്. അതിൽ തന്നെ മനസ്സിലാക്കാം ജാസിക്കാണ് പവർ, ആഷിക്ക് പവർ അല്ല എന്നുള്ളത്. അങ്ങനെ പറയും, ടെൻഷൻ അടിക്കണ്ട. അതേസമയം നമ്മൾ വിളിച്ചാൽ ഇങ്ങനെ എന്തിനാ അതിനൊക്കെ നിൽക്കണ പറഞ്ഞാൽ ഫോണ് വിളിച്ചെടുക്കും. ഇപ്പൊ നല്ല അനാവശ്യം വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസി. ഒരു ദിവസം കരഞ്ഞിട്ട് എന്നെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വാടാ, നീ എന്തിനാണ് അവിടെ താങ്ങിട്ട് നിൽക്കുന്നത്? ഇവിടെ വന്നാലും നിനക്കൊരു കൈത്തൊഴിലുണ്ട്, കഴിയും നല്ല ബേക്കറി പണി എടുക്കും, മിച്ചറിന്റെ മുറിക്കിന്റെ പല പണി അങ്ങനെ എടുക്കും. ഒരു കമ്പനിയുടെ നമുക്ക് വാ, നമുക്ക് എല്ലാവർക്കും കഷ്ടപ്പെടാലോ, പിന്നെന്താണ് വാ, നീങ്ങട് ഇവിടെ ജീവിക്കാൻ നമുക്ക്. ഇപ്പൊ ദുബായി പോയിട്ട് തന്നെ ജീവിക്കണം എന്നില്ലല്ലോ, നീങ്ങട് വാ, വിടില്ലടി, നീ ആരോട് ചോദിക്കാൻ, അവനെ ഞാൻ വിടൂലടി,
പിന്നെ വേറെ വാക്കൊക്കെ പറയും. അപ്പൊ ഞാൻ അങ്ങനെ എടീന്ന് വിളിച്ചോ? വിളിക്കും, വേറെ ഓരോ ആവശ്യങ്ങളും വിളിക്കും. ഞാനപ്പോ ഇങ്ങനെ ഇരുന്നോട് ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. എന്റെ മോൻ കയറി വന്നു. എന്റെ മോൻ കയറിയപ്പോൾ എന്താ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജാസി ഇങ്ങനെയൊക്കെ വിളിച്ചു മോനെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളുടെ മോൻ കേട്ടിട്ട് നിന്നില്ലേ, നിങ്ങളുടെ മോൻ അത് കേട്ടിട്ട് നിന്നില്ല, മുഖത്തൊക്കെ ഒന്ന് കൊടുക്കണം, ആരെടാ നീ വിളിക്കണെന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ചോദിച്ചില്ല, നീ ഇങ്ങനെ വിളിക്കുമോ, നീ കേട്ടിട്ട് ഞാൻ കൊടുക്കുമോ, ഞാൻ കൊടുക്കും, എപ്പോൾ കൊടുക്കും ചോദിച്ചു. എപ്പോൾ നീ കൊടുക്കും, ഭയങ്കര പേടിയാണ് ജാസിന്. സ്വന്തം ഉമ്മാനെ എടി ബോഡി എന്നൊക്കെ അവന്റെ മുന്നിൽ നിന്ന് വിളിച്ചിട്ട് അവൻ മിണ്ടിയില്ല, ഒരു അടി പോലും അടിച്ചില്ല എന്നുള്ളതാണ്. അത് ഉമ്മാന്റെ മൂത്തമ്മ പറഞ്ഞ ശരിയാണ്. അതായത് മുഖത്ത് നോക്കിയിട്ട് അവനെ വിളിച്ചിട്ട് അവനൊന്നും പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉമ്മ അവൻ പോയോടത്തേക്ക് പോട്ടെ എന്നാണ് നിങ്ങൾ ധരിക്കേണ്ടത്. പക്ഷെ നൊന്ത് പ്രസവിച്ച ഉമ്മയ്ക്ക് അതിന്റെ വേദന അറിയുള്ളൂ. അവർക്ക് അത് വിഷമം സഹിക്കാൻ പറ്റാത്തൊരു വിഷയം തന്നെയാണ്. ഈ ഉമ്മാന്റെ വാക്ക് കേൾക്കുന്ന ഏതൊരു മനുഷ്യനും തോന്നുന്ന ഒരു കാര്യമുണ്ട്, വിട്ടുകൊടുക്കാം എന്നുള്ളത്. ജാസിക്ക് വിട്ടുകൊടുത്തൂടെ ആഷിയെ? ആ പൊന്നുമ്മക്ക് അത് വിട്ടുകൊടുക്കടൂ. അവരൊരുപാട് ആഗ്രഹത്തോടു കൂടി വളർത്തി വലുതാക്കിയൊരു മോനാണ്, അവന്റെ ലൈഫാണ് കളയുന്നത്. എനിക്ക് പറയാൻ മാനക്കെട്ടില്ല ജാസിക്ക്. എന്തൊക്കെ പറയുന്നത്, ഒരു പെട്ട തള്ള കേൾക്കുന്ന വർത്താനം പറയണത്. ഒരിക്കൽ ഫോൺ ചെയ്തിട്ട് എന്നോട് പറയണേ, നിങ്ങളെ എനിക്ക് ആശയം വിട്ടുതരില്ല അല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ വിട്ടുതരില്ല. ഒരു പെണ്ണൊന്നല്ലോ, ഒരു പെണ്ണാണെങ്കിൽ ഞാൻ വിട്ടുതരും, ഞാൻ എന്താ കല്യാണം കഴിച്ചു തരും. ഒരു പെണ്ണൊന്നല്ലോ, ആണും പെണ്ണും കെട്ടാനല്ലേ. നിങ്ങൾ എന്നെ ഒരു പെണ്ണല്ല എന്ന് പറയുന്നത്, ഞാൻ കാണിച്ചു തരുന്നത്, നീ ഒന്നും കാണിക്കൂല, കാണിച്ചു തരേണ്ടി വന്നു പറഞ്ഞു. എന്നിട്ട് അവനെ ചീത്ത വാക്കുകൾ വിളിച്ചിട്ട് അങ്ങനെയാണ് അങ്ങനെ ചീത്ത വാക്കുകൾ വിളിച്ചിട്ട് അല്ലെന്ന് ഒരു അറിയാം. എന്തൊക്കെ പറയുമ്പോട്ടാണ് ഒരു പെണ്ണുങ്ങൾ എങ്ങനെ ചീത്ത വിളിക്കുക, ഒരു കച്ചറ പെണ്ണുങ്ങൾ അതേപോലെ ചീത്ത വാക്ക് വിളിക്കും. ഞാൻ പറയും വെറും തറയണവനെ, വെറും തറയണവനെ അങ്ങനെ ചീത്ത വിളിക്കും. ഇതൊന്നും വെറുതെ പറയണതല്ല, ഫോണിൽ റെക്കോർഡായിട്ട് ഉമ്മാന്റെ കയ്യിലുണ്ടെന്ന് ഉമ്മ പറയുന്നുണ്ട്. അത് കൂടാതെ തന്നെ വാനിഷിംഗ് മോഡിൽ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെറി വിളിച്ചതിന് ശേഷം അപ്പൊ തന്നെ വാട്സപ്പിൽ ഡിലീറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഉമ്മ പറയുന്നത്. ഉമ്മക്ക് അങ്ങനെ ഒരു നുണ പറയേണ്ട കാര്യം ഈ വിഷയത്തിൽ ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കുക. അത്ര വിഷമിച്ചാണ് തന്നെ പറയുന്നത്. ഒരാൾ നമ്മളെ തെറി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വിഷമമുണ്ടാവും. ഇപ്പൊ എന്നെ തന്നെ ഒരാൾ തെറി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ നല്ല രീതിയിൽ പ്രതികരിക്കില്ലേ? ഉമ്മക്ക് അതിനും കൂടിയുള്ള ഒരാവതില്ല, സങ്കടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ പയ്യനെ തിരിച്ചു കിട്ടുന്നത് വരെ ഉമ്മ ഈ ഒരു സംയമനം തന്നെയാണ് പാലിച്ചുകൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഇവിടെ ജാസിക്കൊന്നും നഷ്ടപ്പെട്ടില്ല, ജാസിക്കൊക്കെ കിട്ടുകയാണ്, എല്ലാം കിട്ടുകയാണ് അല്ലേ? ജാസി ഇപ്പോ ഒരു ട്രാൻസ് ആയി മാറി, ഒരു ട്രാൻസ് വുമൺ ആയി മാറി എന്ന് വിചാരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പയ്യനെ കിട്ടില്ല. അപ്പൊ അവനെ പിടിച്ച് മുറുകെ പിടിച്ചോണ്ടിരിക്കുക. എല്ലാവരുടെ വിഷമം എനിക്ക് കണ്ടാൽ മനസ്സിലാവും എന്ന് പറയുന്ന ജാസി ഇതൊന്നും കണ്ടിട്ട് ഒന്നും പറയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാനാ? ഇവിടെ ഇപ്പം മരിച്ചിട്ട് കിടക്കുക. അങ്ങനെ എൻ്റെ മൂത്ത മോൻ്റെ ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുക, പ്രസവത്തിന് ഡേറ്റ് ആയിരിക്കുകയാണ്. ഇവൻ എന്താ പറഞ്ഞത് പറയട്ടെ, ഞാൻ ശപിച്ചാലുണ്ടല്ലോ, ശപിച്ച പോലെ ഉണ്ടാവും. ആ കുട്ടിക്ക് പ്രസവിച്ചിട്ട് 5 മാസം കഴിഞ്ഞിട്ട് ഒരേ വയ്യാണ്ടായി. എനിക്കത് വിശ്വാസമല്ല. ഇവൻ പറഞ്ഞില്ലേ, പറഞ്ഞപ്പോൾ ഞാൻ ഇവൻ്റെ വേറൊരു കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഇവൻ പറഞ്ഞിട്ട് നോക്ക്, എൻ്റെ കുട്ടിക്ക് തീരെ വയ്യ, 5 മാസം വരെ കുട്ടിക്ക് കുഴപ്പമില്ല, ഒരു ഡോക്ടർക്ക് പോയാലും കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. കുട്ടി 4 ദിവസം അങ്ങനെയാണ്, കുട്ടി അങ്ങനെ തളരും, ഛർദ്ദിക്കും, ഇങ്ങനെ തോൾ കിടക്കും. ഈ പ്രസവിച്ച ഒരു പെൺകുട്ടി 5 മാസം പ്രസവിച്ച് വന്നിട്ട് ഇതാണ് അവസ്ഥ. ഈ കുട്ടീനായിട്ട് കാണിക്കാത്ത ഡോക്ടർമാരില്ല, കാണിക്കാത്ത സ്ഥലങ്ങളില്ല. എൻ്റെ വലിയ മോനിക്ക് വിശ്വാസമില്ല, ഈ മന്ത്രമായൊന്നും വിശ്വാസമില്ല. അങ്ങനെ ആയി ഞങ്ങൾ വല്ലാണ്ട് മനസ്സുമുട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതിലെന്തോ എൻ്റെ കുട്ടിക്ക് പറ്റിയിരിക്കുകയാണ്. മറ്റേ തള്ളാറില്ല നമ്മൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട്, എന്താണ് നിങ്ങളുടെ കുട്ടീനെ ഞാനാണ് ശപിച്ചത്, ഞാനാണ് ചെയ്യുന്നത്. അടിപൊളി. ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു കാര്യം നടന്ന ഈ വിഷയവുമായി ബന്ധമില്ലാത്തൊരു കാര്യം ഞാൻ പറയാണ്, ഇതിനെ ഒരിക്കലും ബന്ധപ്പെടുത്തണ്ട. ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ എന്തോ ഉള്ളതാണ്. അതായത് ഏതോ ഒരു സന്യാസി വഴി നടന്നു പോണ സമയത്ത് ഒരു ഹിജടയെ കണ്ടു. ഈ സന്യാസിമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 ശാപമായിരിക്കും. കല്ലായി പറഞ്ഞാൽ കല്ലന്നാവും. പക്ഷെ ഹിജടയെ കണ്ടപ്പോൾ ആൾക്കത് ഹിജടയെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അയാളെന്തോ വൃത്തികേടെന്തോ പറയേ, എന്തോ തുപ്പ് എന്താ ചെയ്തു തോന്നും. അത് കണ്ടേക്ക് ഹിജട തിരിച്ചങ്ങ് ശപിച്ച്. ഈ സന്യാസി കാലങ്ങളോളം തപസ്സിരുന്ന് ഉണ്ടാക്കിയിട്ടുള്ള അയാളെ ശക്തി വരങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ വരങ്ങളുടെ മുന്നിൽ ഹിജടയുടെ ഒരൊറ്റ ശാപവാക്ക് അയാളുടെ മുഴുവൻ പവറും പോയി കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ എന്തോ ഒരു സാധനം ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. ഇതുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ. ഇവ പറഞ്ഞിരിക്കണം, നിന്നെ മരുമക്കൾ വീട്ടിലിരിക്കാണ്ട് പോകണം, നിന്റെ ദ്രോഹം കണ്ടടി, നീ നേരാകടി, ഞാൻ നേരാകാൻ, മരിച്ചു പോണ ശരീരല്ലേ, ഞാൻ മരിച്ചു പോണ ശരീരം എന്നിട്ട് കുറേ എനിക്ക് പറഞ്ഞു. അതിന്റെ മുമ്പ് കുറെ അനാവശ്യങ്ങൾ വിളിച്ചിട്ടുള്ള തെറി ചോദിച്ചപ്പോൾ ഞാൻ ആഷിക്കിന്റെ മൊബൈലല്ലേ, അപ്പൊ ഞാൻ അങ്ങനെ നോക്കി വേണം പോകണം, മെസ്സേജ് ആയിക്കോളും. നമ്മളിങ്ങനെ നോക്കൂലേ, അപ്പത്തിന് പോകും. പക്ഷെ ഇത് എനിക്ക് എടുത്തു വെക്കാനൊന്നും അറിയില്ല, ഫോണിന്റെ ഒരു വകതിയും എനിക്ക് അപ്പം അറിയില്ല. ഇതിന്റെ മുമ്പ് കുറേ മെസ്സേജുകൾ ഡിലീറ്റ് ആക്കി പറഞ്ഞിട്ടുണ്ട്, കുറേ പറഞ്ഞിട്ടുണ്ട് എന്നെ ചീത്ത വിളിച്ചത്. പക്ഷെ അതൊക്കെ അവന്റെ ഫോണിലുണ്ടാവും. എന്നിട്ട് അവൻ എന്നെ ഒന്നും വിളിച്ചിട്ടില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല, അതൊക്കെ ഞാൻ നേരായി നടന്നു. സൈക്കോളജിക്കൽ മൂവ്മെന്റ് അടിപൊളി. ഈ വാട്സപ്പിൽ നമുക്ക് അപ്പൊ തന്നെ എല്ലാവരും ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി ചെയ്തിട്ട് ഉമ്മാക്കിനെ വോയിസ് അയച്ചിട്ട് തെറി വിളിച്ചു എന്നാ പറയുന്നത്. പാവം ഉമ്മക്ക് അതിന്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ അതൊന്നും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെക്കാനൊന്നും ഉമ്മക്ക് അറിയില്ല. ഉമ്മൊക്കെ കേട്ടു, തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഉമ്മ എന്നെ തിരിച്ചും വിളിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം പറഞ്ഞു. ഉമ്മ എന്നെ തിരിച്ചും വിളിച്ചിട്ടുണ്ട് എന്നുള്ള വാക്ക് മാറും, ഉമ്മ എന്നെയാണ് വിളിച്ചത് എന്ന രീതിയിൽ ചിലപ്പോൾ ആ വോയിസ് ഒക്കെ നാളെ പുറത്തു വരും. പറഞ്ഞു ഇപ്പൊ അവൻ സമാധാനത്തിൽ പറയണം, ഞാൻ ആഷിക്കിന് ഫോൺ വിളിച്ച് അവനെ ഫോൺ എടുക്കുക, ഇവൻ ഫോൺ എടുക്കുള്ളൂ, അല്ലാണ്ട് ആഷിക്ക് ഫോൺ എടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പറയണം, ഉണ്ടാ ഫോണിന്റെ മോനിൽ കൊടുക്കണം, നിന്നെ ആരാടാ വിളിച്ചത്. അപ്പൊ ഞാനൊരു വർത്താൻ പറഞ്ഞോട് പറയുക, എന്നോട് എനിക്ക് പല സൗകര്യമില്ലടാ, ആ ഫോൺ ഞാൻ കട്ടാ. പിന്നെ ഞാൻ വിളിച്ചു, പിന്നെ ഞാൻ വിളിക്കും. അപ്പൊ മാസക്കണക്കായി വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ വിളിച്ച് ഈ ഇന്റർവ്യൂ എഴുതില്ല, വിളിച്ചു. മാസക്കണക്കായിട്ട് സ്വന്തം മോനായിട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളത്
സ്വന്തം നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. ഉമ്മാന്റെ വീട് പാലക്കാട്, ഇവിടെ കുറ്റിപ്പുറം. പാലക്കാട് കുറ്റിപ്പുറം അത്ര ദൂരത്തൊന്നുമല്ല, തൊട്ടടുത്താണ്. എൻ്റെ വീട് എടപ്പാളാണ്. അധികം ദൂരമൊന്നുമില്ല ഈ കാണുന്ന സ്ഥലങ്ങളിലും. എന്നിട്ടും സ്വന്തം മോൻ ഉമ്മാനൊന്ന് വിളിക്കാൻ തോന്നിയില്ല. അല്ല, അത് നമുക്കിപ്പോൾ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ മരിച്ച് 7-ന്റെ അന്ന് തിരിച്ചു പോകണമെന്ന് പറഞ്ഞതും 3 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് ഉമ്മാനെ പോലും കാണാതെ ഞാൻ ഗൾഫിലാണ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് സ്കൂട്ടായി. അത് കഴിഞ്ഞ് ഉമ്മാക്ക് വയ്യാന്ന് അറിഞ്ഞപ്പോൾ ഉമ്മ വിളിച്ചു വരുത്തിയപ്പോൾ വന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേനും ജാസിയുടെ അടുത്തേക്ക് ഓടിപ്പോയ മോന് എന്ത് സ്നേഹം ഉണ്ടാവുക അല്ലേ? ഒരു പെണ്ണാണ് ഞാൻ കൊടുക്കും. ഇതൊരു പെണ്ണല്ലല്ലോ, ഒരു ആണും പെണ്ണും കെട്ടാനോട് ജീവിക്കാൻ പറ്റുമോ? പക്ഷെ അവന്റെ അമ്മ നല്ല സപ്പോർട്ടാണ്. പോകുമ്പോൾ ബിരിയാണി ആയിട്ട് എന്തൊരു ഇഷ്ടമാണ്, എന്നെക്കാട്ട് ഇഷ്ടമാണ് ജാസിന്റെ അമ്മ. എനിക്ക് ഉമ്മ കാര്യം എനിക്ക് സങ്കടമാവും, എന്നോട് പറയുന്നു. അപ്പൊ ഞാൻ കാര്യം എനിക്ക് സങ്കടമല്ലേ ചോദിച്ചപ്പോൾ എനിക്ക് അതുണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ വരും ഏത് കാലത്ത് വരും. 3 കൊല്ലം കഴിഞ്ഞിട്ട് വന്ന കോലോണ്. 11 മാസമായി, സെപ്റ്റംബറിൽ വന്നാണ്. 11 മാസമായി വന്നിട്ട് ഒരു 5 ദിവസം വന്നുള്ളൂ. ഈ 5 ദിവസത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസം മോനെ പല കവർച്ചയാത്രയൊന്നും പോയിട്ട് പോകാം. നീ മരിച്ചിട്ട് പോയതല്ലേ ഇവിടുന്ന്? പോയല്ല, അതിനും നേരല്ല, എനിക്ക് ആവശ്യത്തിന് എത്തണം. അങ്ങനെയുള്ളവൻ ഇവിടെ 10 ദിവസം ആവശ്യം വെച്ചാൽ പാസ്പോർട്ട് വാങ്ങി പോയിക്കൂടെ? പെറ്റുമ്മാനേക്കാൾ സ്നേഹം മറ്റുള്ള ആളുകളുടെ ഉമ്മമാരോടാണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് സ്നേഹത്തിലാണ് ഞാൻ പെടുത്തുക? എനിക്ക് പറ്റില്ല കേട്ടോ അതങ്ങനെ ഒരു ഗണത്തിൽ പെടുത്താം. നൊന്ത് പ്രസവിച്ചു ഉമ്മ, നമുക്ക് മുലപ്പാൽ തന്ന് അമൃതം തന്ന് വളർത്തിയ നമ്മളെ ഉമ്മയെന്നേക്കാൾ സ്നേഹം മറ്റുള്ള ആളുകളുടെ ഉമ്മമാരോട് നമുക്ക് തോന്നൂല. നമുക്ക് സ്നേഹം തോന്നും, വാത്സല്യം തോന്നും, ഇഷ്ടം തോന്നും, ആ ഒരു ഉമ്മ എന്ന സ്ഥാനവും കൊടുക്കാൻ തോന്നും. പക്ഷെ പെറ്റ അമ്മയേക്കാൾ വലുത് എന്തുണ്ടയാടാ ഉള്ള രാഷ്ട്രീയ? അതെനിക്ക് ചോദിക്കാനുള്ളൂ. ഉമ്മ കൊടുത്തപ്പോൾ ആ ബിരിയാണി വാങ്ങി തിന്നെ അവന് പറ്റിയില്ല. നേരെ തിരിച്ച് ജാസിയുടെ ഉമ്മ കൊടുക്കുന്ന ബിരിയാണി അവരുടെ സങ്കടം കാണുമ്പോൾ സഹിക്കണില്ല അത്ര, അതുകൊണ്ട് വാരിക്കോരി തിന്നുന്നു എന്നാ പറയുന്നത്. കുട്ടിങ്ങനെ നോക്കി ഇപ്പൊ ഒരു പെൺകുട്ടിനോട് പറഞ്ഞു ആഷിക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ടോ, ഞാൻ ആഷിക്കാനെ കെട്ടാ പറഞ്ഞോ? ഈ ഇടക്ക് പറഞ്ഞു. അവൾക്ക് അവനക്കറിയത്, അവരുടെ പേര് ഞാൻ പറയുന്ന താല്പര്യമില്ല. പക്ഷെ ആ കുട്ടീനെ വിളിച്ച് സംസാരിച്ചൊക്കെ ചെയ്തു. ആ കുട്ടി പറഞ്ഞു ആഷിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, താല്പര്യമാണ്, ആഷിക്ക് എല്ലാം ഉപേക്ഷിച്ചു. എന്ന് പറഞ്ഞു മോളെ നീ നിന്റെ ജീവിതം പഴക്കണ്ട, ആഷിക്ക് എന്നിട്ട് കുഴപ്പത്തിൽ കിടക്കുന്നു. ഞാൻ എല്ലാം കണ്ടു, ഞാൻ റീൽസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായതാണ്. എനിക്കെല്ലാം ആഷിക്ക് എല്ലാം ഒഴിവാക്കി വന്നാൽ ഞാൻ കെട്ടാൻ തയ്യാറാണ്. ഓക്കെ, ഇന്നും കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട് ആളുകളുണ്ട്. ആ ജാസിയെ ഒഴിവാക്കി ആഷിയെ നീ വന്നാ നിന്നെ കല്യാണം കഴിക്കാൻ ആളുണ്ട്. ഈ ഒരു കാര്യം നിനക്കും അറിയാം. നീ അത് അറിഞ്ഞപ്പോ ഉമ്മയോട് പറഞ്ഞ വാക്ക് അത് നാട്ടുകാരെന്ന് കേൾക്കട്ടെ. എന്താണ് ആഷിയുടെ മറുപടി? ഇനിയിപ്പോ എന്താണ്, എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്, നീ വിടാൻ പറ്റണ്ടേ? എങ്ങനെ എനിക്കിഷ്ടമാണ്. ഇതിപ്പോ എന്താ കട്ടപ്പീസ് തലേ കുടുങ്ങിക്കല്ലേ, ഇതിന് രക്ഷപ്പെടണം. അടിപൊളി. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, അതായത് അവൻ അവിടെ കുടുങ്ങി കിടക്കുന്നത് പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവന് വേറെ കല്യാണക്കാരും വരുന്നു, ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറയുന്നു, ഉമ്മ അവനോട് സംസാരിക്കുന്നു, എന്നിട്ടോ അവൻ അവിടെ നിന്ന് ഊരിപ്പോരാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഇത് കൂടോത്രവും അതിന്റെ അപ്പുറം വേറെ എന്തെങ്കിലും ഇതുണ്ടോന്നും മനസ്സിലാവുന്നില്ല. വന്ന റൂമിൽ അടിയും വെക്കണം. അതെന്താ പറഞ്ഞാൽ ഇവനിക്ക് എല്ലാവരും കയറി മറിയാം, കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. ജാസി അവൻ പെണ്ണാണല്ലോ, ഇവൻ ആരോടും മുണ്ടമ്പന്റെ വാലിൽ പിടിച്ചിങ്ങനെ പോകണം. കണ്ടിട്ടില്ല നിങ്ങൾ എല്ലാവരും? ഒന്നും ശ്രദ്ധിച്ചു നോക്കി. ആഷിക്ക് ഇങ്ങനെ നിൽക്കുള്ളൂ, ഇവനാണ് അവിടെ ചെയ്യുള്ളൂ. അപ്പോൾ ഏതൊരു പരിപാടിക്ക് ഇവർ പോയപ്പോ ആഷി ഇട്ട ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട് ആരോ പറഞ്ഞത്ര. പിറ്റേ ദിവസം കൊണ്ട് വന്നിട്ട് റൂമിൽ വന്നിട്ട് തിളച്ച വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിൽ ആ ഡ്രസ്സ് ഇട്ട് ഇടേണ്ട ഡ്രസ്സ് തന്നെയാണ്. ഒരു പെണ്ണുങ്ങൾ ആണുങ്ങളോട് ചെയ്യൂലേ മാനസികമായിട്ട്, അങ്ങനെ ആ ഡ്രസ്സ് ഇട്ടെന്ന് ഞങ്ങൾ ഇന്റർവ്യൂകളൊക്കെ കാണുന്നതാണ് ഉമ്മ, അതേപോലെ പ്രോഗ്രാമുകളിൽ ഇവരെ കാണിച്ചു കൂട്ടുന്നത് കാണാറുണ്ട്. ആഷി ഒരു ബൊമ്മയാണ്, പ്രതിമ. അവന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിൽ ആദ്യമായിട്ട് ഒറ്റക്ക് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പക്ഷെ ആ ഒരു ഇന്റർവ്യൂവിന്റെ തൊട്ട് മുന്നിൽ ഒരാൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അതിന്റെ കണ്ണ് ഇടക്കിടക്കിന് പോകുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് എത്ര സ്റ്റിച്ച് ഉണ്ട് ആഷിക്കിന്റെ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. അവൻ പറയും ഇവിടുന്ന് മുറിച്ചിരുന്നു, ഇവിടെ മുറിച്ചതല്ല, അത് അവിടുന്ന് സംഭവിച്ചതാണ്. അവിടുന്ന് സംഭവിക്കുമ്പോൾ വിസൊക്കെ വീട്ടിൽ പിടിച്ചിട്ട് ബ്ലോക്കായി കിടക്കുന്നു. അവിടെ ആസ്പത്രിയൊക്കെ കൊണ്ടുണ്ട്. ഒരിക്കൽ കൂട്ടുകാരനും അതിന്റെ ഓണർ എവിടെ പോയിട്ട് എന്റെ ഷോപ്പ് ഓപ്പണിങ്ങിന്റെ തിരക്കിലാണ് പോയിട്ട് കൈവച്ച് ഇവിടുന്ന് ഇങ്ങനെ ചോരങ്ങനെ കൂട്ടുകാരൻ വന്നിട്ട് എന്താണ് നീ കാട്ടി ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കണമെന്ന്, അങ്ങനെ ബ്ലഡ് അവിടെയാണ്. ഇതുകൊണ്ട് കണ്ടാൽ എനിക്ക് ഓർമ്മയില്ലാണ്ടായി. ഇത് കണ്ടിട്ടപ്പം അവനിക്ക് ദേഷ്യം വന്നു, ഇവനിക്ക് അറിയും. അവനിക്ക് ദേഷ്യം വന്നു, എന്തീ കാട്ടിലോണ്ട് ഇതാക്കി. പിന്നെ അങ്ങനെ കൂട്ടുകാരനെ വിളിച്ച് എന്താ സാറോ എന്തൊക്കെ ഉണ്ടാക്കണം അപ്പൊ എന്ന് പറയേണ്ട ഇങ്ങനെയാ മുറിച്ചിരിക്കുന്നു. പിന്നെ അങ്ങനെ പോയി സ്റ്റിച്ചൊക്കെ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് രണ്ടാൾ റൂമിലുണ്ടായിരുന്നു. ഇവര് പോയിട്ട് വന്നു. അപ്പൊ ഇവര് പെർഫ്യൂം റൂമിൽ വരുമ്പോൾ ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് ഈ കയ്യിൽ മൊത്തം രക്തമായിട്ട് മുഴുവൻ രക്തത്തിൽ കുളിച്ച് ഇവൻ കിടക്കുക, നമ്മുടെ ആശി കിടക്കുക. അപ്പൊ ആശിനെ ജാസി ഉപദ്രവിച്ചു കാണുമ്പോ പറയുന്നത്, അതോ ഇവൻ തന്നെ മുറിച്ചാണോ? ജാസി പറയണം അവൻ തന്നെ ചെയ്തതാണ്. ഇവര് പറയണത് ഇവർ രണ്ടാളും അതന്നെ ചെയ്തിക്കണെന്ന് പറയണത്. മനസ്സിലായില്ല, ജാസി ചെയ്തിക്കണെന്ന് പറയണത്. എടോ, ഇത്രയൊക്കെ ക്രൈംസ് അക്രമങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും നിൽക്കുമോ? എന്തെങ്കിലും ബെനിഫിറ്റ് ഇല്ലാതെ ആരും നിൽക്കില്ല. എന്തെങ്കിലും സാമ്പത്തികമായിട്ട് നേട്ടം കിട്ടണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള നേട്ടം കിട്ടണം. അല്ലാത്ത ആരും ഒരാളുടെ കാലിന്റെ അടി കിടക്കില്ല. ഇത് ഉമ്മ പറഞ്ഞ പോലെ തന്നെ കൂടോത്രം ചെയ്തിട്ട് അവിടെ ലോക്കൊക്കെ ഇട്ടിരിക്കുകയാണെന്നൊന്നും പറയാൻ പറ്റില്ല. കൈ മുറിച്ചു, ചോര വന്നു, കുറെ സ്റ്റിച്ച് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇതോ പുതിയൊരു കഥ കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇതിന് മുന്നേ ഇടിയും കുത്തും മറ്റു സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ഇതാദ്യമായിട്ട് കേൾക്കുകയാണ്. ഇതൊക്കെ സഹിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നു എന്നാ പറയുന്നത്. അപ്പൊ എന്റെ പൊന്നുമ്മ പോണോടത്തേക്ക് പോട്ടെ.
അടുത്തേക്ക് വരണം, എൻ്റെ മോനിൻ്റെ അടുത്തേക്ക് വരണം, എല്ലാം ഒഴിവാക്കി പോകുന്നതിനെ അവൻ പെണ്ണോ ആണോ അവൻ എങ്ങനെ അവൻ്റെ ഇതിൽ ജീവിച്ചോട്ടെ, അത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, അവനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അത് അവൻ്റെ വീട്ടിലിരിക്കണം, അവൻ എങ്ങനെയും ജീവിച്ചോട്ടെ, പെണ്ണായിട്ടോ പെണ്ണാവാണ്ടോ ഓപ്പറേഷൻ ചെയ്യാണ്ടോ എങ്ങനെ ജീവിച്ചോട്ടെ, ഇവ ഇങ്ങോട്ട് വരണം, എല്ലാം ഒഴിവാക്കിയിട്ട് വരണം. അവൻ വന്നോട്ടെ, പാസ്പോർട്ട് നമുക്ക് ഇന്ന് പോവാലോ, ആ ഷോപ്പിലേക്ക് ഇന്നും അവനെ വിളിച്ചോണ്ടിരിക്കണ്ടല്ലോ, പോയിക്കൂടെ? അത് കാര്യല്ലേ, ജാസി ആണായിട്ട് നിന്നാലും പെണ്ണായിട്ട് നിന്നാലും ഈ സമൂഹത്തിന് ഗുണമില്ല, ഒരു ദോഷവുമില്ല. ഈ ദോഷം വരുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മതപരമായിട്ട് ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അവഹേളിക്കുമ്പോഴാണ്. അല്ലാത്ത പക്ഷം ഉണ്ടാതിരിക്കും. എത്ര ആളുകളുണ്ടോ ട്രാൻസ് ആയിട്ട് ജീവിക്കുന്ന, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു വെറുപ്പിക്കലും നടക്കാതെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഒരു അമ്പിളി എന്ന് പറയുന്ന ഒരു, ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ടിട്ടുള്ളത്, എന്ത് ഫുഡ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന, അങ്ങനെ നല്ല ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന, ആരും ഉപദ്രവിക്കാത്ത നല്ല ആളുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ ജീവിക്കാം, അതിനെന്താ പ്രശ്നമുള്ളത്? പക്ഷെ ഈ ആഷിയെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാവാത്തത്. ഇതിപ്പോ ആഷി എങ്ങനെ പറഞ്ഞാലും സമ്മതിച്ചു തരുന്ന ഒരു വിഷയമല്ല കേട്ടോ. ഉമ്മ പറയുന്നത് എനിക്ക് എന്റെ മോനെ കിട്ടണം എന്നുള്ളതാണ്. നീ എങ്ങനെ ജീവിച്ചാലും ഒരു തേങ്ങാക്കൂലും ഇല്ല എന്നുള്ളത്. വരുന്നില്ല, എനിക്ക് കുടുംബം വേണ്ട, ഒന്നും വേണ്ട. ഈ ജാസിന്റെ ഉമ്മ അവിടെ പോയിരിക്കുമ്പോ അവിടെ പോയിരുന്നു ഈ തള 3 മാസം അവിടെ നിന്നിട്ട് ഈ പെർഫ്യൂമിന്റെ ഓണറിന്റെ വീട്ടിലെ പോയിരുന്നു. അപ്പൊ ഈ സ്ത്രീ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ നാട്ടിലല്ലേ, നിങ്ങൾ അതൊന്ന് ശരിയാക്കിയിട്ട് എന്റെ കുട്ടീനെ ഒന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അപ്പൊ ജാസിക്കാരനപ്പോ നമുക്ക് സങ്കടമായിത്തണം. അപ്പൊ എന്റെ മോനെ എങ്ങനെ പറയണം, അങ്ങനെ നീ ജീവിക്കും, അങ്ങനെ എന്റെ മോനിക്ക് വേണ്ടി നീ ജീവിക്കും. അപ്പൊ അതുപോലെ പറ്റത്തുള്ളൂ ഞാൻ. അപ്പൊ എന്റെ വേദന കാണണ്ട. അപ്പൊ ആ സ്ത്രീ പറയണ്ട, നീ ഇങ്ങോട്ട് വരണ്ട, നീ നിന്റെ ഉമ്മാന്റെ അടുത്ത് പോവണ്ട, നിങ്ങൾ പരിഹാരം കാണണ്ട. ഇവര് എന്റെ ഉമ്മ എങ്ങനെ പറയണ പോലെ നിങ്ങൾ ജീവിക്കുമെന്ന് എങ്ങനെ ഉണ്ടാവും? ചേടാ, അതും അല്ലാത്ത കഷ്ടായി പോയല്ലോ. ജാസിക്ക് ശരിക്ക് 2 ചേച്ചിമാരാ തോന്നുന്നു. അവരൊക്കെ കല്യാണം കഴിച്ച് അയച്ചതിന് ശേഷമാണ് ഇവൻ ഉപ്പയും മരിച്ചതിന് ശേഷം, ഉപ്പ സമ്മതിക്കാത്താണ്, ഉപ്പയും മൂത്തപ്പൊന്നും സമ്മതിക്കൂല. അതുകൊണ്ട് മരിച്ചതിന് ശേഷം, മരണം കഴിഞ്ഞതിന് ശേഷം 36 സ്വാതന്ത്ര്യം നേടി എന്ന രീതിയിലാണ് പറയുന്നത്. ആ ഉമ്മ അംഗീകരിച്ചത്രേ, മകളായാൽ അംഗീകാരം. പക്ഷെ കരച്ചില് കാരണം ആഷിയെ വിട്ടുകൊടുക്കാൻ ഉമ്മയും സമ്മതിക്കുന്നില്ല. എന്തെന്റെ പൊന്നുമ്മമാരെ, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയില്ലെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് സമ്മതിച്ചു കൊടുക്കാൻ കഴിയുന്നത്? ചേട്ടാ, ഈ ഉമ്മാന്റെ സങ്കടത്തിന് യാതൊരു വാല്യൂ ഇല്ല. നിങ്ങൾ എന്ത് തേങ്ങ ആയാലും കുഴപ്പമില്ല, എന്റെ മോൻ പെണ്ണായിട്ട് ജീവിക്കട്ടെ എന്നാണ് ഉമ്മ ആലോചിക്കുന്നത്. ഇത് വല്ലാത്ത അവസ്ഥ തന്നെ കേട്ടാ. ഇറങ്ങി നടക്കാൻ പറ്റണ്ടോ? എനിക്കൊരു കല്യാണം വിട്ടു പോയ ആഷിക്കിന്റെ അമ്മ, ആഷിക്ക് എന്താ അങ്ങനെ? എല്ലാവരും അത് ചോദിക്കണവരുള്ളൂ. ഇന്ന് നമുക്ക് ഒരാളുടെ മുഖത്ത് നോക്കാൻ പറ്റണമെന്നല്ല. ഒരു പെണ്ണാണെങ്കിൽ വേണ്ടില്ല, ഒരു പെണ്ണാണെങ്കിൽ വേണ്ടില്ല, ഇത് പറയണവരുള്ളൂ. എന്ത് നല്ലൊരു മോനായിരുന്നില്ലേ, എന്ത് നല്ലൊരു മോനാണ്, ഇങ്ങനെ പോയി പെട്ടില്ലേ, ഇങ്ങനെ ഒരു പെട്ടി, ഒരു പെണ്ണാണെങ്കിൽ വേണ്ടില്ല. ഇത് കേൾക്കുമ്പോൾ അങ്ങനെ ഞാനൊരു കല്യാണത്തിന് പോകില്ലല്ലോ. ഇപ്പോൾ പാപ്പ മരിച്ചതിന് എവിടെയും പോകണില്ല. അപ്പോൾ ഒഴിയാത്ത കുടുംബങ്ങൾ മാത്രം പോകണം. ഇത് കേൾക്കുന്ന ചില ആളുകൾക്ക്, അതായത് ജാസി അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് എന്താ, ആഷി ജാസി ഒരുമിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ടല്ലോ. അവർക്കൊന്നും ഇതിന്റെ വിഷമം മനസ്സിലാവാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലല്ല നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഉമ്മാക്ക് ഉണ്ടാവുന്ന വിഷമം മനസ്സിലാണെങ്കിൽ ഉമ്മാന്റെ സ്ഥാനത്ത് നിങ്ങളായിരിക്കണം. നിങ്ങളുടെ മക്കൾ ഈ രീതിയിലേക്ക് പോകുമ്പോഴാണ് നിങ്ങളത് മനസ്സിലാക്കുക എന്നുള്ളതാ. ഇപ്പോ നമ്മളെ വീട്ടിൽ തന്നെ, സ്വന്തം വീട്ടിലെടുത്ത് നോക്കടോ, നിങ്ങളുടെ വീട്ടിൽ ഒരാൺകുട്ടിക്ക് പെൺകുട്ടി ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നടന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഓരോന്ന് കാണിച്ചു കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എത്രത്തോളം ഇഷ്ടപ്പെടും? ഭയങ്കര ഇഷ്ടപ്പെടുമോ? ഇനി എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്, 99% ആളുകൾക്കും ഈ കാര്യത്തിനോട് വിയോജിപ്പേ ഉണ്ടാവുള്ളൂ. ദൈവം നമ്മൾ ഏത് രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ആ രീതിയിൽ മുന്നോട്ട് പോവുക. അത് ആണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്. നിന്റെ വീട്ടിലാണ് ചെറിയ മരുന്ന് കൊടുക്കും. അവൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു കാലത്ത് ഉമ്മ എന്നെ സ്വീകരിച്ചമ്മന്റെ അടുക്കളയിൽ ഞാൻ വരുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. എന്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയും നിങ്ങളുടെ മുമ്പിൽ. ഞാൻ മരിച്ചാലടക്കം പറയുന്നു എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മയ്യത്ത് പോലും നോക്കാൻ വരരുത്. ഇപ്പം അല്ലാത്ത അപ്പം എന്തിനാണ്? ഇപ്പൊ വരട്ടവനെ എല്ലാ സമാധാനಕ್ಕೆ തരട്ടെനിക്ക്. ഞാൻ മരിച്ചെന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. അവൻ വന്നില്ല പറഞ്ഞാൽ ഞാൻ മരിച്ചാലടക്കം എന്റെ മയ്യത്ത് പോലും കാണാൻ വരരുത്. എന്താടോ, വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ആഷി അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ നിനക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ കണ്ടിട്ട് ജാസിയെ ഈ ഉമ്മാന്റെ സങ്കടം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പറയുന്നില്ല. ഇതൊക്കെ പടച്ച റബ്ബ് ദൈവം കാണുന്നുണ്ട്, അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. എല്ലാം ദൈവം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്, അതുകൊണ്ട് മാത്രം ഞാൻ ആ വാക്കെടുത്തിരുന്നത്. ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദ്യം ചെയ്യാൻ ഒരാൾ വരും. നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള അതേ ആള് തന്നെ വന്ന് ചോദിക്കും. അപ്പൊ നിന്റെ കയ്യിലൊന്നും മറുപടി ഉണ്ടാവില്ല. അപ്പൊ ഒഴിവാക്കി വരട്ടെ, എല്ലാം ഒഴിവാക്കി വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ഒന്നും ചോദിക്കൂല. എനിക്ക് എന്റെ മോൻ മതി. സ്വത്തോ മുതലോ പണം ഒന്നും വേണ്ട. എന്റെ കുട്ടീനെ എനിക്ക് കിട്ടിയാൽ മതി. എനിക്ക് ആയുള്ള സമ്പത്തിന്റെ 3 മക്കളാണ്. എനിക്കത് ആരോടും പറയാൻ പറ്റില്ല. ഇങ്ങനെ അങ്ങനെയാണ് പറയാൻ പറ്റുമോ? എന്റെ മരുമക്കളോട് എനിക്ക് പറയാൻ പറ്റുമോ? ആഷിക്ക് അങ്ങനെയാണ്, ആഷിക്ക് അങ്ങനെയാണ്. എന്റെ വേദനയോട് പറയാൻ പറ്റുമോ? ഇത് പറയാൻ പറ്റിയ കാര്യമാണോ?
എനിക്ക് എൻ്റെ കുടുംബങ്ങളോട് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഞാൻ പറയും എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഉണ്ട്, ചോദിക്കൂല, എൻ്റെ വിഷമം കൊണ്ട് ചോദിക്കൂല. അപ്പം മരിച്ചിട്ട് ഇത്ര ആയിട്ടുള്ളൂ, ആ വിഷമം കൊണ്ട് അവിടെ ഇരിക്കുക. ഞങ്ങളോട് ചോദിക്കണ്ട, ആരും ഒന്നും ചോദിക്കണ്ട, ഞങ്ങളെ ചോദിക്കൂല, അവനോടൊന്നും ചോദിക്കരുത്, അവൾക്ക് വേദന ആരും ചോദിക്കൂല. ഈ വേദനയും പേറിക്കൊണ്ടാണ് ഉമ്മ ജീവിക്കുന്നത്. അപ്പൊ അവിടെ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് കൊളാബും ചെയ്ത് നല്ല ഭക്ഷണവും കഴിച്ച് അടിച്ച് പൊളിച്ച് മിന്നിച്ച് നടക്കുകയാണ്. ഉമ്മാന്റെ സങ്കടം നമുക്കൊരു വിഷയമേ അല്ല. ഉമ്മ സങ്കടപ്പെട്ട എനിക്ക് തേങ്ങയാണ് എന്ന രീതിയിലല്ലേ ആഷി എന്നിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ജാസി ഈ ഒരു ഇന്റർവ്യൂ കാണുന്നുണ്ടാവുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ ഇന്റർവ്യൂ കണ്ടിട്ടെങ്കിലും മനസ്സലിഞ്ഞ പയ്യനെ വെറുതെ വിടുക. ആ പയ്യന്റെ ജീവിതം പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞോണ്ടിരിക്കുക. ഈ പാവ ഉമ്മാടെ ലൈഫ് ഇനി അധികം ഒന്നും ആളൊന്നുമില്ല. അതിനൊന്ന് സന്തോഷിപ്പിക്കാനെങ്കിൽ വേണ്ടിയിട്ടെങ്കിലും ഒന്ന് ആ പയ്യനെ വിട്ടുകൊടുക്കണം. ആഷി ഉമ്മാന്റെ അടുത്തെത്തട്ടെ, സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ. എന്തായാലും ഇത്രത്തോളം ആയില്ലേ. ഉപ്പ മരിക്കുന്നത് വരെ ട്രാൻസ് ആയില്ല, ഉപ്പ മരിച്ചപ്പോൾ ട്രാൻസ് ആയി എന്നുള്ളത്. അതായത് ഉപ്പ സമ്മതിക്കില്ല, ഉമ്മ സമ്മതിക്കുന്നില്ല. ഉമ്മയുടെ കാലം കഴിയുന്നത് വരെയെങ്കിലും നിങ്ങൾക്ക് ആ പയ്യനെ ഉമ്മാന്റെ അടുത്തേക്ക് വിട്ടിട്ട് ആ സ്നേഹം അവന് കിട്ടട്ടെ, ആ ഉമ്മാക്കും ആ സ്നേഹം കിട്ടട്ടെ. വേറൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പ്രപ്പാൾ സൈനിങ് ഓഫ്.